ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് റോയൽ ഫലൂദ ഉണ്ടാക്കിയാലോ? നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന റോയൽ ഫലൂദയേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫലൂദ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് റോയൽ ഫലൂദ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ടീസ്പൂൺ ജലാറ്റിൻ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല തണുത്ത വെള്ളം വേണം കേട്ടോ ചേർക്കാൻ. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ഇതിലേക്ക് ചേർക്കുക. ഇനി ജലാറ്റിൻ മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും ജലാറ്റിനും ഒക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ 4 ഡ്രോപ്സ് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവറും കളറും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ സ്ട്രോബെറി ജെല്ലി ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. സ്ട്രോബെറി ജെല്ലിൻ്റെ ഒക്കെ റെഡിമെയ്ഡ് പൗഡർ വാങ്ങാൻ കിട്ടും, അത് വെച്ച് ഉണ്ടാക്കിയാലും മതി. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. ഇനി ഫലൂദയിലേക്കുള്ള സേമിയ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സേമിയയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫലൂദ സേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഫലൂദ സേവ് ഇല്ലാത്തതുകൊണ്ട് സേമിയ വെച്ചിട്ടാണ് ഇപ്പോൾ ഫലൂദ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വറുക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് മതി, അപ്പോഴേക്കും സേമിയ വെന്ത് കിട്ടും. അപ്പോൾ സേമിയൊക്കെ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അത് തണുത്തതിന് ശേഷം വേണം ഫലൂദ ഉണ്ടാക്കാൻ. അടുത്തതായിട്ട് നമുക്ക് കസ്കസ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും കസ്കസൊക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ കസ്കസൊക്കെ ഇവിടെ നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ സ്ട്രോബെറി ജെല്ലി ഇവിടെ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിലാണ് കേട്ടോ ഈ സ്ട്രോബെറി ജെല്ലി സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. അതുവരെ നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മെൽറ്റായിട്ട് പോവും. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് എടുത്ത് വെക്കാൻ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടത് മിക്സഡ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാങ്ങ, പോംഗ്രനേറ്റ്, പിന്നെ പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയാണ്. പിന്നെ നമുക്ക് നട്ട്സ് വേണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബദാം, കാഷ്നട്ട്, പിസ്തയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് റോസ് സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലൊക്കെ വാങ്ങി വെക്കുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ 1/2 കപ്പ് പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി തണുപ്പിച്ചെടുത്ത പാൽ വേണം കേട്ടോ നമ്മൾ ഫലൂദയിലേക്ക് ചേർക്കാൻ. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ ഐസ്ക്രീമാണ് വേണ്ടത്. ഞാനിവിടെ 2 സ്കൂപ്പ് പിസ്ത ഐസ്ക്രീമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഏത് ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് ഫലൂദ സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് സേമിയ ചേർക്കണം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വേവിച്ച സേമിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ജെല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തണുപ്പിച്ച പാലും കൂടെ ചേർക്കുക. പാലൊന്നും ഒത്തിരി ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കസ്കസാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വീണ്ടും നേരത്തെ ചേർത്തതെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ സേമിയ വേവിച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ചേർത്തതിന് മുകളിലേക്ക് പിന്നെ സ്ട്രോബെറി ജെല്ലി ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചേരുവകളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെയറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യത്തക്ക രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. നട്ട്സൊക്കെ കുറച്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സും നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ലാസ്റ്റ് ഈ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെറി കൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റോയൽ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോയൽ ഫലൂദയുടെ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.